കോർഡിനേറ്റ് സിസ്റ്റം. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിനെ പറ്റിയിട്ടാണ് അന്ന് പറഞ്ഞത്. ഇനി അതിൻ്റെ ബാക്കിയാണ് നമുക്ക് പറയാനുള്ളത്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൻ്റെ കൺവേർഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൻ്റെ യൂണിറ്റ് വെക്റ്റേഴ്സിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റും ക്രോസ് പ്രൊഡക്റ്റും നമ്മൾ പഠിച്ചു. പിന്നെ സിലിണ്ടറിക്കൽ ടു കാർട്ടീഷ്യൻ, കാർട്ടീഷ്യൻ ടു സിലിണ്ടറിക്കൽ, അതായത് റോ ഇൻ ടേംസ് ഓഫ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ, അതായത് റോ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ, ഫൈ ഇൻ ടേംസ് ഓഫ് എക്സ് ആൻഡ് വൈ, സെറ്റ് ഈസ് ഈക്വൽ ടു സെയിം ആസ് ഇൻ ദി കാർട്ടീഷ്യൻ. സിലിണ്ടറിക്കലിലും കാർട്ടീഷ്യനിലും സെറ്റ് ഈക്വലൻ്റ് തന്നെയാണ്. ഇനി അടുത്തത് എക്സ് ഈസ് ഈക്വൽ ടു ഇൻ ടേംസ് ഓഫ് എക്സ് എന്തിൻ്റെ ടേമിൽ, റോ ആൻഡ് ഫൈൻ്റെ ടേമിൽ എഴുതുക, വൈയും റോ ആൻഡ് ഫൈൻ്റെ ടേമിൽ എഴുതുക. അതാണ് കൺവേർഷൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് കൺവേർഷൻ ടു ഇതെന്താണ്, കൺവേർഷൻ ടു സിലിണ്ടറിക്കലാണ്, അതായത് എക്സ് വൈ ഇൻ ടേംസ് ഓഫ് റോ ആൻഡ് ഫൈ. നെക്സ്റ്റ് കാർട്ടീഷ്യൻ ടു സിലിണ്ടറിക്കൽ, എക്സിന് പകരം നമുക്ക് റോ കോസ് ഫൈ എന്ന് എഴുതാം, വൈക്ക് പകരം റോ സൈൻ ഫൈ എന്ന് എഴുതാം. ഇതെങ്ങനെയാണ് വന്നതെന്ന് നമ്മൾ ഇവിടുത്തെ ആംഗിൾ വെച്ചിട്ട് പറഞ്ഞു, കണ്ടുപിടിച്ച് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് യൂണിറ്റ് വെക്റ്റർ ട്രാൻസ്ഫോർമേഷനാണ് നോക്കാനുള്ളത്. യൂണിറ്റ് വെക്റ്റേഴ്സിന് എങ്ങനെയാണ്, അതായത് ഡയറക്ഷൻ നമുക്ക് മാറ്റണ്ടേ. ഇത് നമുക്കിപ്പോൾ ഇതിനകത്ത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിൽ ഒരു പോയിൻ്റ് തന്നു കഴിഞ്ഞാൽ റോ ഫൈ സെഡ് തന്നു കഴിഞ്ഞാൽ, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിൽ റോ ഫൈ സെഡ് തന്നു കഴിഞ്ഞാൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും, എക്സ് വൈ സെഡ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ. റോ ഫൈ സെഡ് നിങ്ങൾക്ക് തന്ന്, അത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ്. ഇനി അതിൻ്റെ കാർട്ടീഷ്യൻ കണ്ടുപിടിക്കാൻ പറ്റൂലേ, അതായത് എക്സ് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു കോസ് ഫൈ കണ്ടുപിടിക്കുക, വൈ ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു സൈൻ ഫൈ കണ്ടുപിടിക്കുക, സെഡ് തന്നെ. അപ്പോൾ ഇനി നമുക്ക് യൂണിറ്റ് വെക്റ്ററിനെ എങ്ങനെയാണ് മാറ്റുന്നതെന്ന് നോക്കാം. യൂണിറ്റ് വെക്റ്റർ ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊരു എക്സ് വൈ പ്ലെയിൻ എടുത്തിട്ടാണുള്ളത്. എക്സ് വൈ പ്ലെയിനിൻ്റെ അകത്ത് ഇതാണ് എക്സ് വൈ പ്ലെയിൻ. ഈ എക്സ് വൈ പ്ലെയിനിനകത്ത് സെഡ് ഔട്ട്വേർഡ് ഡയറക്ഷനാണ്, സ്ക്രീനിൻ്റെ ഔട്ട്വേർഡായിട്ടാണ് സെഡ് വരിക. ഇപ്പോൾ ഒരു സ്ക്രീനിലല്ലേ ഇത് കാണുന്നത്, ആ സ്ക്രീനിൻ്റെ ഔട്ട്വേർഡായിട്ടാണ് സെഡ് വരിക. സെഡ് നമുക്ക് രണ്ടിലും കോമൺ ആയതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എക്സും വൈയും എങ്ങനെ റോൻ്റെയും ഫൈൻ്റെയും ടേമിലാക്കി മാറ്റും, അതായത് എ എക്സിനെ എ റോൻ്റെയും എ ഫൈൻ്റെയും ടേമിലാക്കണം, എ വൈനെ എ റോയുടെയും എ ഫൈയുടെയും ടേമിലാക്കണം. അതായത് ഇതാണ് എ എക്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇങ്ങോട്ടേക്കുള്ള ഡയറക്ഷൻ, സെഡ് ആക്സിസിലുള്ള ഡയറക്ഷനാണ് എ എക്സ് അല്ലേ. ഇനി ഇത് നമ്മൾ റേഡിയസാണ് റോ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിലിണ്ടറിൻ്റെ റേഡിയസാണ് റോ. ആ റോ ഔട്ട്വേർഡാണ് വരിക. എങ്ങനെയാണ് അതിൻ്റെ ഡയറക്ഷൻ വരിക അല്ലേ. നമ്മൾ സിലിണ്ടർ എന്ന് പറയുമ്പോൾ നമ്മൾ മുകളിൽ നിന്ന് നോക്കുകയാണ്. ഒരു സിലിണ്ടർ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഇതിന് മുന്നേ കണ്ട ഫിഗറിൽ എങ്ങനെയാണ്, ഇതിന് മുന്നേ കണ്ട ഫിഗർ ഇതാണ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൻ്റെ ഫിഗർ. അതായത് ഇതൊരു 3D ഫിഗറാണ്. അതിൻ്റെ അകത്ത് സെഡ് ആക്സിസ് ഇങ്ങനെ മുകളിലോട്ട് നമ്മൾ ഇവിടെ നിന്ന് നോക്കുന്ന ഫിഗറാണ് ഇത്. അപ്പോൾ സിലിണ്ടർ ഒരു വട്ടമായിട്ടാണ് ഉണ്ടാവുക അല്ലേ, ഒരു സർക്കിളാണ് ഉണ്ടാവുക. ഒരു സർക്കിൾ മാത്രമേ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ സർക്കിളിൻ്റെ പോർഷൻ ഇതാ ഇങ്ങനെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അതിൻ്റെ റേഡിയസിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, ഔട്ട്വേർഡ്. അതാണ് ഈ എ റോ എന്ന് പറയുന്ന ഡയറക്ഷൻ. ഇനി ഫൈ എന്ന് പറയുന്ന ആംഗിളിൻ്റെ ഡയറക്ഷൻ നമ്മളെങ്ങനെയാണ് പറയുക, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആംഗിളിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടാൻജൻറ്റിലേക്കൂടി, അതായത് ഈ സർക്കിളിൻ്റെ ടാൻജൻറ്റിലേക്കൂടിയുള്ള ഡയറക്ഷനാണ്. അതായത് ഫൈയുടെ ഡയറക്ഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ഇങ്ങോട്ടേക്കാണ് ഫൈയുടെ ഡയറക്ഷൻ വരിക. നമ്മളിവിടെ -a5 കാൽക്കുലേഷന് എളുപ്പത്തിന് വേണ്ടിയിട്ട് -a5 എടുക്കുന്നു. ഇനി നമുക്ക് ഈ എ ഫൈയുടെയും എ റോയുടെയും ടേമിൽ എ എക്സിനെ എഴുതണം. അപ്പോൾ എ എക്സ് ഈസ് ഈക്വൽ ടു, ഇതാണ് എ എക്സ് എന്ന് വിചാരിക്കുക. അതിനെ 2 പാർട്ടാക്കി, ഇവിടെ ഒരു പാർട്ട്, ഇത് ഒരു പാർട്ട്, ഒരു ചെറിയ പാർട്ടുണ്ട്, ഒരു വലിയ പാർട്ടുണ്ട്. അത് നമ്മുടെ ഒരു മിഡിൽ ഈ ട്രയാങ്കിളിനൊരു ഇതൊരു 1 മാഗ്നിറ്റ്യൂഡായിട്ടുള്ള യൂണിറ്റ് വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും, 1 ആണ്. 1 യൂണിറ്റ് നമുക്ക് പറയാം. അതേപോലെ തന്നെ ഇതൊരു 1 യൂണിറ്റ് ആണ്,
ഇതൊരു 1 യൂണിറ്റാണ്, ഇതും ഒരു 1 യൂണിറ്റാണ്. അപ്പോൾ ഇതൊരു സ്ക്വയർ ആയി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡയഗണലായിട്ടാണ് വരിക AX. അപ്പോൾ നമുക്ക് AXനെ എന്തിൻ്റെ ടേമിൽ എഴുതണം? A5യുടെയും A-റോയുടെയും ടേമിൽ എഴുതണം. അപ്പോൾ നമ്മളിതിനെ സ്പ്ലിറ്റ് ചെയ്തു. ഇത് നമുക്ക് കാൽക്കുലേഷൻ പല രീതിയിൽ ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് A-റോവും വേണം, നമുക്ക് A5യും വേണം. രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് കൺവേർഷന് പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത്. അതായത് ഇതാണ് -A5. അപ്പോൾ ഇവിടെയുള്ള ആംഗിൾ 5 ആണെങ്കിൽ അഗൈൻ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. അപ്പോൾ ഇവിടെയുള്ള ആംഗിൾ 90 - 5 ആയിരിക്കും അല്ലേ? 90 - 5. അപ്പോൾ 90 - 5 ആണ് ഇവിടെയുള്ള ആംഗിൾ. 90 - 5 ആണ് ഇവിടെയുള്ള ആംഗിൾ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇത് ഹൈപ്പോട്ടനസ് ആണ്. ഇത് അഗെയിൻ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഇത് ഹൈപ്പോട്ടനസ് ആണ്. -A5 എന്ന് പറയുന്നത് ഹൈപ്പോട്ടനസ് ആണ്. ഇവിടെയുള്ള ആംഗിൾ നമ്മൾ പറഞ്ഞു 90 - θ ആണ്. അപ്പോൾ ഈ സൈഡ് കണ്ടുപിടിക്കണം. ഈ സൈഡ് നമുക്ക് കണ്ടുപിടിക്കണം. ഈ സൈഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യുക? കോസ് ഓഫ് ഈ ആംഗിൾ ഈക്വൽ ടു ഈ സൈഡ് ഡിവൈഡഡ് ബൈ -A5 ആയിരിക്കും. കോസ് ഓഫ് ദിസ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ദിസ് ആംഗിൾ ഇസ് ഈക്വൽ ടു 90 - θ. അതായത് കോസ് ഓഫ് 90 - θ ഇസ് ഈക്വൽ ടു ദിസ് സൈഡ് ഡിവൈഡഡ് ബൈ A5. അപ്പോൾ ദിസ് സൈഡ് ഇസ് ഈക്വൽ ടു കോസ് ഓഫ് 90 - θ ഇൻറ്റു -A5. കോസ് ഓഫ് 90 - θ ഇൻറ്റു -A5. ഈ കോസ് ഓഫ് 90 - θക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? സൈൻ θ എന്ന് എഴുതാം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സൈൻ θ ഇസ് ഈക്വൽ ടു -A5. ഈ സ്മോൾ പോർഷൻ സൈൻ θ ഇസ് ഈക്വൽ ടു -A5. ഇനി അഗെയിൻ നമുക്ക് ഈ പോർഷൻ കണ്ടുപിടിക്കണം. ഈ പോർഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ ഇതിന് പാരലലായിട്ട് ഇവിടെ A-റോ വരഞ്ഞിട്ടുണ്ട്. അഗെയിൻ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഇനി ഈ ആംഗിൾ എങ്ങനെ കിട്ടും? ഈ ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇതും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ് അല്ലേ? ഇതും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഈ ആംഗിൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ കോസ് ഈ ആംഗിൾ നേതാ. ഈ ആംഗിൾ സെയിം ആസ് ദിസ് ആംഗിൾ ആയിരിക്കും. ഒരു ഇങ്ങനെ ഒരു ലൈൻ പോകുമ്പോൾ അതിൻ്റെ രണ്ട് സൈഡിലുള്ള ആംഗിൾ, അതായത് ഇതും പാരലൽ ലൈൻസ് ആണ് അല്ലേ? പാരലൽ ലൈൻ കട്ട് ചെയ്യുമ്പോഴുള്ള ഇങ്ങനെയുള്ള ആംഗിൾ ഈക്വൽ ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം കോസ് 5 ഈക്വൽ ടു ഇത് 5 തന്നെ ആയിരിക്കും ഈ ആംഗിൾ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ കോസ് 5 ഇൻറ്റു A-റോ എഴുതിയാൽ മതി. A-റോ എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടനസ് ആണ്, ഇത് അഡ്ജസൻറ്റ് സൈഡാണ്. അപ്പം കോസ് 5 ഇൻറ്റു A-റോ ഇസ് ഈക്വൽ ടു ദീസ് സൈഡ്. അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തതാണ് നമ്മൾ AX എന്ന് പറയുന്നത്. AX is equal to cos 5 A-റോ മൈനസ് സൈൻ 5 A5. ഇനി സിമിലർലി A5യും നമുക്ക് കണ്ടുപിടിക്കാം. ഇതേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ A5 കണ്ടുപിടിച്ചു. AY കണ്ടുപിടിച്ചു. AY എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ആംഗിളാണ്. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇതേപോലെ തന്നെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്ത് കിട്ടിയതാണ് സൈൻ 5 A-റോ ഇൻറ്റു കോസ് 5 A5. AY ഈസ് ഈക്വൽ ടു സൈൻ 5 A-റോ ഇൻറ്റു കോസ് 5 A5. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക, എങ്ങനെയാണ് കൺവേർഷൻ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെയാണ് കൺവേർഷൻ ചെയ്യുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഈ യൂണിറ്റ് വെക്റ്ററിൻ്റെ കൺവേർഷൻ്റെ ഫോമാണ്. ഈ ഇക്വേഷൻ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. AX ഇസ് ഈക്വൽ ടു AY ഇസ് ഈക്വൽ ടു AZ ഇസ് ഈക്വൽ ടു. അതുപോലെ തന്നെ ഇതിൻ്റെ നേരെ ഇൻവേഴ്സ് ആയിരിക്കും ഇവിടെ. A-റോ ഇസ് ഈക്വൽ ടു A5 AX പ്ലസ് സൈൻ 5 AY. A5 is equal to minus sin 5 AX is equal to plus cos 5 AY. AZ C. ഇനി ഇതിന് നമ്മളൊരു മെട്രിക്സ് ആക്കിയിട്ട് എഴുതും. AX AY AZ. അതേപോലെ തന്നെ A-റോയുടെ ടേമിൽ
AX is equal to cos phi minus AX is equal to A rho into cos phi minus A phi into സൈൻ ഫൈ എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ ഇതിന് നമ്മളൊരു മെട്രിക്സ് ആക്കി, അതായത് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ, അതാണ് നമ്മളെ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. ഈ മെട്രിക്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഈ യൂണിറ്റ് വെക്ടറിൻ്റെ കാൽക്കുലേഷനും ഈ മെട്രിക്സ് ആണ് നിങ്ങൾ ബൈ ഹാർട്ടായിട്ട് പഠിക്കാനുള്ളത്. അതായത് നിങ്ങൾക്ക് AX AY AZ എന്ന് പറഞ്ഞ പോയിൻ്റ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമുക്ക് A rho A phi AZ എന്ന് പറഞ്ഞ പോയിൻ്റ് നമ്മളെ കയ്യിലുണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മെട്രിക്സ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. ആദ്യത്തെ മെട്രിക്സ് കാർട്ടീഷ്യൻ ടു സിലിൻഡ്രിക്കൽ ട്രാൻസ്ഫോർമേഷനാണ് നടത്തുന്നത്. അതായത് കാർട്ടീഷ്യൻ കോർഡിനേറ്റിലത്തെ പോയിൻ്റ് നമുക്ക് സിലിൻഡ്രിക്കൽ കോർഡിനേറ്റ്സിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. വെക്റ്റർ പോയിൻറ്റ്സാണിത്. AX AY AZ എന്ന് പറഞ്ഞാൽ വെക്റ്റർ പോയിൻ്റാണ്. അതേപോലെ തന്നെ A rho A phi AZ എന്ന് പറഞ്ഞാൽ വെക്റ്റർ പോയിൻറ്റ്സാണ്. ആ പോയിൻറ്റ്സ് നമുക്ക് എങ്ങനെ മാറ്റാൻ പറ്റും? കാർട്ടീഷ്യൻ കോർഡിനേറ്റിലെ പോയിൻ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ മെട്രിക്സിലോട്ട് ആഡ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിയില്ലേ? ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സിലെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിൻറ്റ്സ് കിട്ടും. അതുപോലെ തന്നെ ഇതിൻ്റെ നേരെ ഇൻവേഴ്സ് മെട്രിക്സാണിത്. അതായത് കൺവേർഷൻ ഇൻവേഴ്സാണ്. അതായത് AX AY AZ AX AY AZ AX AY AZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് കാണണമെങ്കിൽ നമുക്ക് A rho A phi AZ ഓൾറെഡി ഉണ്ടല്ലോ. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ മെട്രിക്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നിങ്ങൾ മെട്രിക്സ് എന്തായാലും ബൈ ഹാർട്ട് പഠിക്കുക. വന്നിട്ടുള്ള വഴി ഇതാണ്. അത് കഴിഞ്ഞ് നമ്മൾ മെട്രിക്സ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ബൈ ഹാർട്ട് പഠിക്കണം. ഒരു മെട്രിക്സ് പഠിച്ചാൽ മതി. ഇതിൻ്റെ നേരെ ട്രാൻസ്പോസാണ് ഈ മെട്രിക്സ്. നമ്മളൊരു മെട്രിക്സ് നന്നായി പഠിച്ചു വെക്കുക. അതായത് സിലിണ്ട്രിക്കൽ ടു കാർട്ടീഷ്യൻ ട്രാൻസ്ഫോർമേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള മെട്രിക്സ് നമ്മൾ പഠിക്കണം. ഇനി സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ്. ഇനി സ്പെരിക്കൽ സിമെട്രി ഉള്ള പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ മൊഡ്യൂളിൽ നമുക്കിതൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ തന്നെയാണ് അടുത്ത മൊഡ്യൂളുകളിൽ വരുന്നത്. അല്ലാതെ നമ്മൾ വേറെ സബ്ജക്റ്റിൽ പഠിക്കുന്നത് പോലെ ഒരു തിയററ്റിക്കലായിട്ട് ഇതങ്ങ് പഠിക്കുകയല്ല. ഇത് നമ്മൾ വേറെ ഇതിൻ്റെ ആവശ്യം നമുക്കിപ്പോൾ തന്നെ വരും, ഈ മൊഡ്യൂളിൽ തന്നെ വരും. അതായത് നിങ്ങൾ ചില സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആപ്ലിക്കേഷൻ പിന്നെയല്ലേ വരിക. അതങ്ങനെയല്ല. ഇതിപ്പോൾ അടുത്ത സെക്കൻഡ് മൊഡ്യൂൾ ഓൺവേർഡ്സ് ഇതിൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് ഓരോ കാര്യത്തിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ അകത്തുനിന്നും പ്രോബ്ലം വരും. ഇത് അപ്ലൈ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. ഇനി സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിലെ പോയിന്റ് നോക്കാം. സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സിൻ്റെ കേസിൽ നമ്മൾ എന്താണ് പറഞ്ഞത്? ഒരു പോയിൻ്റ് ഒരു സിലിണ്ടറിൻ്റെ പുറത്താണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാം, അങ്ങനെയാണ് നമ്മളതിനെ പഠിച്ചത് അല്ലേ. അതിനൊരു റേഡിയസും ഒരു ആംഗിളും ഒരു ഹൈറ്റും ഉണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. ഇനി സ്ഫെറിക്കൽ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു സ്ഫിയറിൻ്റെ പുറത്താണ് ഒരു പോയിൻ്റ് ഉള്ളത്. ഒരു സ്ഫിയറിൻ്റെ പുറത്താണുള്ളത് എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യും? അതിനൊരു റേഡിയസ് വേണ്ടി വരും, ഒരു ആംഗിൾ വേണ്ടി വരും, ഒന്നല്ല 2 ആംഗിൾ നമുക്ക് വേണ്ടി വരും. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിൽ ഒരു പോയിൻറ്റിനെ ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. നമുക്കിവിടെ എങ്ങനെയാണെന്ന് നോക്കാം. 3 വേരിയബിൾസാണുള്ളത്. 3 വേരിയബിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ തന്നിട്ടുണ്ട് സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിൻ്റെ വേരിയബിൾസ്. ആദ്യം തന്നെ സ്ഫിയറിൻ്റെ റേഡിയസ് അറിഞ്ഞിരിക്കണം അല്ലേ. ഒരു സ്ഫിയറിൻ്റെ പുറത്താണ് പോയെങ്കിൽ അതിന് റേഡിയസ് അറിഞ്ഞിരിക്കണം. റേഡിയസിൻ്റെ 0 to ഇൻഫിനിറ്റി വരെ വേരി ചെയ്യാൻ പറ്റും. അതായത് ഇതാണ് റേഡിയസ്, ഈ കാണിച്ചിട്ടുള്ളതാണ് റേഡിയസ്. ഇനി നമ്മൾ റേഡിയസ്, ഈ കാണിച്ചിട്ടുള്ളതാണ് റേഡിയസ്. ഇവിടെയുള്ളൊരു പോയിൻ്റാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ റേഡിയസ് ഇതാണ്, ഈ സ്ഫിയറിൻ്റെ റേഡിയസ്. ഇവിടെ ഒറിജിനിലൊരു സ്ഫിയർ വെച്ചിട്ടാണുള്ളത്. സ്ഫിയറിൻ്റെ സെൻറ്റർ ഒറിജിനിലാണുള്ളതെന്ന് വിചാരിക്കാം.
അപ്പോൾ നമ്മളൊരു റേഡിയസ് ഉണ്ട്. റേഡിയസ് ഈ പോയിൻറ്റിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് റേഡിയസ് R ആണ്. ഈ പോയിൻറ്റിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് റേഡിയസ്. ഈ റേഡിയസ് ആണ്. സെക്കൻഡ്, നമ്മൾ സെഡ് ആക്സിസിൽ നിന്നുള്ള ഒരു ആംഗിൾ എടുക്കും. സെഡ് ആക്സിസിൽ നിന്ന് ഇവിടത്തേക്കുള്ള ഒരു ആംഗിൾ, ഇതൊരു 3D ആണ്, കുറച്ച് ഇങ്ങോട്ട് വിട്ടിട്ടാണ് ഈ പൊസിഷൻ വെക്റ്ററിലേക്കുള്ള ആംഗിൾ. ഫ്രം സെഡ് ആക്സിസ് ടു ദിസ് പൊസിഷൻ വെക്റ്റർ ഓഫ് പോയിൻ്റ് P. ഈ ആംഗിളിനെ കോലാറ്റിറ്റ്യൂഡ് എന്ന് പറയും. കോലാറ്റിറ്റ്യൂഡ്. ഇതൊക്കെ നിങ്ങൾ എഴുതിയെടുക്കണം കേട്ടോ. കോലാറ്റിറ്റ്യൂഡ് ടെക്സ്റ്റിലുണ്ട്, നിങ്ങൾ എഴുതിയെടുക്കണം. ഇനി സെയിം ആസ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലെ പോലത്തെ ഒരു ആംഗിൾ ഉണ്ട്, അസിമുത്തൽ ആംഗിൾ. അത് അതേപോലെ തന്നെയാണ് മെഷർ ചെയ്യുക. അതായത് എക്സ് ആക്സിസിൽ നിന്ന് മെഷർ ചെയ്യാൻ തുടങ്ങുകയാണ് ചെയ്യുക. ഇത് ഹൊറിസോണ്ടലായിട്ട് നമ്മൾ 3D ആണ് ഇമാജിൻ ചെയ്യേണ്ടത്. അതായത് ഒരു സ്ഫിയർ, നിങ്ങളൊരു ബോളാണ് വെച്ചിട്ടുള്ളതെന്ന് വിചാരിക്കുക. ആ ബോൾ ഇതിൻ്റെ ഒറിജിനലിൻ്റെ ബോളിൻ്റെ സെൻറ്റർ പോർഷൻ ഒറിജിനലാക്കിയിട്ട് വെച്ചിട്ടാണുള്ളത്. അപ്പോൾ ഇത്രയും പോർഷൻ നമ്മൾ കാണുക അല്ലേ, ബാക്കിയൊക്കെ താഴെയൊക്കെ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഈ ബോളിൻ്റെ മേലെ ഇവിടെയാണ് ഒരു പോയിൻ്റ് ഉള്ളത്. ആ പോയിൻറ്റിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ഫസ്റ്റ് റേഡിയസ് വെച്ചിട്ട്. റേഡിയസ് എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്റ്റർ ടു ദാറ്റ് പോയിൻ്റ് R തന്നെയാണ് വരിക, എൻ്റെ സ്ഫിയറിൻ്റെ റേഡിയസ്. അപ്പോൾ ആ റേഡിയസ് അല്ലെങ്കിൽ പൊസിഷൻ വെക്റ്റർ ആയിട്ട് സെഡ് ആക്സിസ് ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ തീറ്റ എന്ന് പറയുന്നത്, കോലാറ്റിറ്റ്യൂഡ്. ഇനി അസിമുത്തൽ ആംഗിൾ മെഷേർഡ് ഫ്രം എക്സ് ആക്സിസ് ടു ദാറ്റ് പോയിൻ്റ്. പോയിൻറ്റിൻ്റെ ഇമേജിലേക്കുള്ള ആക്സിസാണ് ഫൈ, അസിമുത്തൽ ആംഗിൾ ആക്സിസ്. അതായത് നമ്മൾ ഫൈയുടെ ഡയറക്ഷൻ, ഇതൊരു സർക്കിളാണ്, അതുകൊണ്ട് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ ആയിരിക്കും. ഇനി ARൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ ഔട്ട്വേർഡ് ആയിട്ട് പോകും. A5യുടെ ഡയറക്ഷൻ താഴോട്ട്. ഇത് മൂന്നും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. എല്ലാ കോർഡിനേറ്റ് സിസ്റ്റത്തിലും യൂണിറ്റ് വെക്റ്റേഴ്സ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ എന്തിനാണ് പറയുന്നത്, അത് ഓർത്തോഗണൽ കോർഡിനേറ്റ്സ് ആണെന്ന് പറഞ്ഞത്. അതായത് എല്ലാ ആക്സിസും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇവിടെ AR ആണ് ഒരു യൂണിറ്റ് വെക്റ്റർ, A5 ആണ് അതർ, A θ ആണ് വേറൊരു യൂണിറ്റ് വെക്റ്റർ. നമുക്ക് ഈ 3 പോയിൻറ്റ്സ് ആണ് വേണ്ടത്. ഒരു സ്ഫിയറിൻ്റെ മേലെ നമുക്ക് പോയിൻറ്റിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3 പോയിൻറ്റ്സ് ആണ്, 3 വേരിയബിൾസ് ആണ് വേണ്ടത്. R, θ, φ. R എന്ന് പറഞ്ഞാൽ റേഡിയസ് ഓഫ് ദി സ്ഫിയർ, θ കോലാറ്റിറ്റ്യൂഡ് ഓർ ദ ആംഗിൾ മെഷേർഡ് ഫ്രം ദി സെഡ് ആക്സിസ് ടു ദ പൊസിഷൻ വെക്റ്റർ. φ എന്ന് പറഞ്ഞാൽ സെയിം ആസ് ഇൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് അസിമുത്തൽ ആംഗിൾ. നമുക്കിതിൻ്റെ കൺവേർഷൻ നോക്കാം. യൂണിറ്റ് വെക്റ്റേഴ്സിൻ്റെ സെയിം ഇതേപോലെ തന്നെ നമ്മൾ പഠിക്കുക. R, θ, φ എന്ന് പഠിക്കുക. R, θ, φ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഡോട്ട് പ്രോഡക്റ്റ് എളുപ്പമാണ്. സെയിം യൂണിറ്റ് വെക്റ്റർ ഡോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 കിട്ടും. ഡിഫറെൻ്റ് ആണെങ്കിൽ നമുക്ക് 0 കിട്ടും. അതേപോലെ തന്നെ R × θ = 5 ആയിരിക്കും. നമ്മൾ ആ ഓർഡറിൽ ഓർത്ത് വെക്കുക. R, θ, φ ആ ഓർഡറിലാണ് ഓർത്ത് വെക്കേണ്ടത്. R × θ 5 ആയിരിക്കും. θ × φ AR ആയിരിക്കും. A5 × AR Aθ ആയിരിക്കും. ഇങ്ങനെ ഈ 3 എണ്ണത്തിന് നമുക്ക് അങ്ങനെ പഠിക്കാം. ക്രോസ് പ്രൊഡക്റ്റ് ആ ഒരു ഓർഡറിലാണ് പോവുക. ഇനി തിരിച്ചാ വരുന്നുണ്ടെങ്കിൽ മൈനസ് സൈൻ ഇവിടെ ഉണ്ടാവും. അതായത് Aθ ക്രോസ് AR എന്നാണ് വരുന്നതെങ്കിൽ -A5 ആയിരിക്കും. അത് 3 എണ്ണത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി ട്രാൻസ്ഫർമേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ സിലിണ്ടറിക്കലിൻ്റെ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ട്രാൻസ്ഫർമേഷൻ ചെയ്യുന്നത്. നമ്മളൊരു പോയിൻ്റ്, അതായത് ഈ പോയിൻ്റ് എടുത്തു. നമ്മൾ ആംഗിൾ θ ഉണ്ട്, വേറൊരു ആംഗിൾ φ ഉണ്ട്. θ ഉണ്ട്, φ ഉണ്ട്. നമ്മൾ നേരത്തെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലത്തെ റോ ഉണ്ട്. ഇവിടെ നമ്മൾ സ്ഫെറിക്കലിലത്തെ റേഡിയസ് R ഉണ്ട്. ഈ ആംഗിൾ φ ആണെങ്കിൽ ഇതെന്തായിരിക്കും, y = നമ്മൾ കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് റോയും കൂടി എടുത്തത്. റോ sin φ ആയിരിക്കും, ഇത് റോ cos φ ആയിരിക്കും. നമ്മൾ ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതാണ്. ഇനി ഈ സെഡ് ആക്സിസിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ആംഗിൾ θ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഹൈപ്പോട്ടനസ് ആയിരിക്കും. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിരിക്കും. ഇവിടെ റൈറ്റ് ആംഗിൾ ആയിരിക്കും. നമ്മൾ പുറത്തോട്ട് ഇവിടെ ഒരു ബുക്ക് വെച്ചിട്ടുള്ളത് പോലെ
ഇങ്ങനെ പുറത്തോട്ട് നിൽക്കുകയാണ് ഈ പ്ലെയിന്. ഈ പോയിൻ്റ് കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിനാണിത്. ഈ പ്ലെയിൻ ഒരു ബുക്ക് വെച്ചുള്ള പോലെ ഇങ്ങനെയാണുള്ളത്. അപ്പോൾ ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രിയാണ്. റൈറ്റ് ആംഗിളാണിത്. അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? സെഡ് ഇസ് ഈക്വൽ ടു, ഈ ഡിസ്റ്റൻസ് സെഡ് ആണ്, ഇതിൻ്റെ ഹൈപ്പോട്ടനസ് ആറാണ്, ആർ കോസ് തീറ്റ എന്ന് എഴുതാൻ പറ്റും അല്ലേ, ഈ ആംഗിൾ തീറ്റ ആയതുകൊണ്ട്. ഇനി റോ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. റോ ഇസ് ഈക്വൽ ടു, റോ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്, ഈ സിലിണ്ടറിക്കലിലത്തെ റേഡിയസ് അഥവാ ഈ ഡിസ്റ്റൻസ് ആണ് റോ. റോ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ, ഇതേ റൈറ്റ് ആംഗിൾ വെച്ചിട്ട് നമുക്ക് റോ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ റോന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? ആർ സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഏതിലുള്ള കോർഡിനേറ്റ്സ് കിട്ടും? കാർട്ടീഷ്യൻ ടു സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് കിട്ടും. ഈ റോന് പകരം ആർ സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇവിടെ റോന് പകരം ആർ സൈൻ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ എക്സിന് പകരം നമുക്ക് എന്തായി? ആർ സൈൻ തീറ്റ കോസ് ഫൈ ആയി, വൈക്ക് പകരം ആർ സൈൻ തീറ്റ സൈൻ ഫൈ ആയി, സെഡ് ഈസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ആയി. ഇത്രയാണ് കാർട്ടീഷ്യൻ ടു കാർട്ടീഷ്യൻ തന്നെ. നമുക്ക് ഇതാ ഈക്വേഷനാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. എക്സ് ഈസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ കോസ് ഫൈ, വൈ ഈസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ സൈൻ ഫൈ, സെഡ് ഈസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ. ഇതാണ് സ്ഫെറിക്കൽ ടു കാർട്ടീഷ്യൻ കൺവേർഷൻ നമുക്ക് വേണ്ട ഇക്വേഷൻസ്. ഈ ഇക്വേഷൻസും നേരത്തെ ഇക്വേഷൻസും കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുക, വേറെ വഴിയൊന്നുമില്ല. അത് മനസ്സിലാക്കിയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും, പക്ഷേ പെട്ടെന്ന് പ്രോബ്ലം ചെയ്യാൻ ഈ ഇക്വേഷൻ കാണാതെ പഠിക്കുക തന്നെ വേണം. ഇനി ഈ ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ ആർ കണ്ടുപിടിക്കും. ആർ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. അതേപോലെ തന്നെ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ സെഡ്. ഇതൊക്കെ നമുക്ക് ആ ഫിഗറിൽ തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഫൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്, ഫൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ്. അപ്പോൾ ഇത്രയും ഇത് നമുക്ക് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സിലെ പോയിൻറ്റ്സ് അറിയണമെങ്കിൽ നമുക്ക് സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിലെ ആർ കണ്ടുപിടിക്കാൻ പറ്റും. അതേപോലെ തന്നെ തീറ്റ കണ്ടുപിടിക്കാൻ പറ്റും, ഫൈയും കണ്ടുപിടിക്കാൻ പറ്റും. രണ്ട് രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾ പഠിച്ചു അല്ലേ, പോയിൻറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് വെക്റ്ററിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന മെട്രിക്സ് നോക്കാം. നേരത്തെ പോലെ യൂണിറ്റ് വെക്റ്റർ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ ഒരു ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് കിട്ടും. ആ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഇത് കാർട്ടീഷ്യൻ ടു സ്ഫെറിക്കലാണ്. കാർട്ടീഷ്യൻ ടു സ്ഫെറിക്കൽ ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ആണിത്. ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. സ്ഫെറിക്കൽ ടു കാർട്ടീഷ്യൻ, ഇത് സ്ഫെറിക്കൽ ടു കാർട്ടീഷ്യൻ ട്രാൻസ്ഫോർമേഷൻ വെക്റ്ററാണ്. ഇത് രണ്ടും നിങ്ങൾ ബൈ ഹാർട്ട് പഠിച്ച് വെക്കണം. അപ്പോൾ സിലിണ്ടറിക്കൽ ടു കാർട്ടീഷ്യൻ നമുക്കറിയാം, സ്ഫെറിക്കൽ ടു കാർട്ടീഷ്യനും അറിയാം. അപ്പോൾ സ്ഫെറിക്കൽ ടു സിലിണ്ടറിക്കൽ മാറ്റാൻ എന്താണ് ചെയ്യുക? ഒന്നുകിൽ കാർട്ടീഷ്യനിലോട്ട് ഡയറക്റ്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഉണ്ട്, പക്ഷേ നമുക്ക് ഇത് രണ്ടുമേ പഠിക്കാനുള്ളൂ. നമുക്ക് കാർട്ടീഷ്യൻ ടു സിലിണ്ടറിക്കലും സ്ഫെറിക്കൽ ടു കാർട്ടീഷ്യനേ പഠിക്കാനുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് രണ്ടും യൂസ് ചെയ്തിട്ട് തന്നെ സ്ഫെറിക്കൽ ടു സിലിണ്ടറിക്കൽ കൺവേർഷൻ നടത്താൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുക. ഈ മെട്രിക്സ് ഒക്കെ ഒരു 10 പ്രാവശ്യം എഴുതി പഠിക്കാൻ പറ്റുമെങ്കിൽ അത്രയും പ്രാവശ്യം എഴുതി പഠിക്കുക. നിങ്ങൾക്ക് പ്രോബ്ലംസ് ഒരുപാട് ചെയ്യാനുണ്ട്, ഞാൻ പ്രോബ്ലംസ് തരും. നമുക്ക് ഇനി കുറച്ച് പ്രോബ്ലംസാണ് നോക്കാനുള്ളത്. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് നോട്ടിൽ എഴുതി വെക്കുക. ഞാൻ നോട്ട് ഒരു ദിവസം സബ്മിറ്റ് ചെയ്യാൻ പറയും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലംസ് തുടങ്ങാം. അടുത്ത ക്ലാസ്സിൽ തന്നെ നമ്മൾ പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യും. ഇത് യൂസ് ചെയ്തിട്ടുള്ള സിമ്പിൾ പ്രോബ്ലംസാണ്. ഈ ഇക്വേഷൻ അങ്ങനെ തന്നെ പഠിച്ചാൽ മതി. എന്നിട്ട് അത് യൂസ് ചെയ്ത് ചെയ്യേണ്ട സിമ്പിൾ പ്രോബ്ലംസാണ് ഉണ്ടാവുക. അതുകൊണ്ട് ഇതുവരെയുള്ള നോട്ട് എല്ലാവരും കംപ്ലീറ്റ് ആക്കി വെക്കുക. എല്ലാം നോട്ടിൽ എഴുതിയെടുക്കുക. റെഫറൻസ് ടെക്സ്റ്റ് മാത്യു എന്നോ സാധിക്കുവാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ടെക്സ്റ്റ്. നിങ്ങൾക്ക് ഹെയ്ത്ത് വേണമെങ്കിൽ ഹെയ്ത്തും ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓൺലൈനായിട്ട് ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടുന്നുണ്ട്, നിങ്ങളൊന്ന് നോക്കി നോക്ക്. എന്തായാലും സാധിക്കും എന്ന് പറഞ്ഞ ടെക്സ്റ്റ് നല്ല ടെക്സ്റ്റാണ്, നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവുന്ന ടെക്സ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് എഴുതി വെക്കുക. ഇത്രയും കാര്യങ്ങൾ എന്തായാലും നിങ്ങളെ നോട്ടിലുണ്ടാവണം. ഞാൻ കുറച്ച് സ്ലൈഡിലിടുന്ന പോയിൻറ്റ്സ് നിർബന്ധമായിട്ടും നിങ്ങൾ നോട്ടിൽ എഴുതിയെടുക്കണം. വേറെ നോട്ടൊന്നും, ഈ സ്ലൈഡ് തന്നെയായിരിക്കും നിങ്ങളെ നോട്ട് മിക്കവാറും. അപ്പം ഈ സ്ലൈഡിലുള്ള പോയിൻറ്റ്സ് ഫുള്ളായിട്ട് നോട്ടിൽ പകർത്തിയിട്ട് എഴുതി വെക്കണം. ഈ ഇക്വേഷൻ എന്തായാലും പഠിക്കണം.
കൺവേർഷനും പഠിക്കണം. ഇത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് ഓപ്പറേഷൻസ് പഠിക്കാനുണ്ട്. അതിന് മുന്നേ ഈ ഇക്വേഷൻസ് തരാണെങ്കിലേ ആ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഈക്വേഷൻസ് യൂസ് ചെയ്തിട്ടുള്ള പ്രോബ്ലവും മെയിൻ പ്രോബ്ലമായിട്ട് തന്നെ ചോദിക്കാറുണ്ട്. പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് ചെയ്യേണ്ട ചില കാൽക്കുലേഷൻസും ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് നല്ലോണം എഴുതി വെക്കുക, എന്നിട്ട് പഠിക്കുക. കോർഡിനേറ്റ്സ് മാറിപ്പോവരുത്. സിലിണ്ടറിക്കൽ ടു കാർട്ടീഷ്യനും ഒന്നും മാറിപ്പോകാൻ പാടില്ല. അതുകൊണ്ട് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെ വൃത്തിയിൽ എഴുതി വെക്കുക. ഓക്കെ, താങ്ക് യു.